ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മുച്ചുകുന്ദനെ ശ്യാം അനുഗ്രഹിക്കുന്നു. ഇതിനിടെ ജരാസന്ധൻ്റെ സൈന്യങ്ങൾ മധുരയിലേക്ക് കൊടുങ്കാറ്റുപോലെ പ്രവേശിച്ചു. അതിൻ്റെ ആളുകളെയും സ്വത്തുക്കളെയും നീക്കം ചെയ്തു കഴിഞ്ഞ ഒരു പ്രേത നഗരമാണ് അവർ കണ്ടത്. ക്രോധാകുലനായ കാലയവനൻ നഗരത്തിന് തീ കൊളുത്തുവാനും അതിനെ നിലം പരിശാക്കുവാനും ആജ്ഞ നൽകി. അഗ്നിനാളങ്ങൾ നഗരത്തെ വലയം ചെയ്തപ്പോൾ ശ്യാമും ബലരാമനും തെരുവുകളിലൂടെ ഓടുന്നത് കാലയവനൻ കണ്ടുപിടിച്ചു. അവരുടെ തലകൾ ജരാസന്ധന് കാഴ്ചവെക്കണം എന്നുറച്ച് അവൻ അവരുടെ പിന്നാലെ പാഞ്ഞു. രണ്ട് സഹോദരന്മാരും കത്തിക്കൊണ്ടിരുന്ന നഗരത്തിൽ നിന്നും മധുരയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു കുന്ന് ലക്ഷ്യമാക്കി ഓടി. ആ കുന്നിലെ ഒരു ഗുഹയിലേക്ക് രണ്ട് സഹോദരന്മാരും ഓടിക്കയറുന്നത് കാലയവനൻ കണ്ടു. ഈ ഗുഹ മുച്ചുകുന്ദൻ എന്ന ഒരു മുൻകാല യോദ്ധാവിൻ്റെ പാർപ്പിടമായിരുന്നു. അനേകം രാക്ഷസന്മാരെ വകവരുത്തി വല്ലാതെ തളർന്നുപോയ അയാൾ ഭംഗം വരാത്ത നിദ്ര വേണം എന്ന് ദൈവങ്ങളോട് അപേക്ഷിച്ചു. അങ്ങനെയാവട്ടെ എന്ന് ദൈവങ്ങളും കനിഞ്ഞു. നിന്നെ ആരാണോ ഉണർത്തുന്നത് ആ ആളെ ഞൊടിയിട കൊണ്ട് ജീവനോടെ ചുട്ടുകളയും. ഈ രഹസ്യം യാദവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മുച്ചുകുന്ദൻ്റെ ഗുഹയിൽ പ്രവേശിക്കരുത് എന്ന് തലമുറകളായി യാദവകുലത്തിലെ കുട്ടികളോട് മുതിർന്നവർ പറഞ്ഞു വരാറുണ്ട്. കാലയവനനെ ഒരു യാദവനും വധിക്കുവാൻ കഴിയാത്തതിനാൽ മുച്ചുകുന്ദന് ലഭിച്ചിരുന്ന പഴയ അനുഗ്രഹം വെച്ച് മുതലെടുക്കുന്നതിന് ശ്യാം തീരുമാനിക്കുകയായിരുന്നു. കാലയവനൻ ശ്യാമിനെ അനുധാവനം ചെയ്ത് മുച്ചുകുന്ദൻ്റെ ഗുഹയിൽ പ്രവേശിച്ചു. ഇരുളിൽ അയാൾക്ക് ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകളോളം തിരഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങുന്ന മുച്ചുകുന്ദനെ തട്ടി കാൽ വഴുതി വീണു. അയാളെ ശ്യാം എന്ന് തെറ്റിദ്ധരിച്ച് ഉറങ്ങുന്ന യോദ്ധാവിനെ അയാൾ തൊഴിച്ചുണർത്തി. മുച്ചുകുന്ദൻ തൻ്റെ കണ്ണു തുറന്നു തീർന്നില്ല. കാലയവനൻ ചാരമായി ഭവിച്ചു. മുച്ചുകുന്ദൻ പിന്നെ തൻ്റെ കണ്ണുകൾ തിരിച്ചപ്പോൾ ശ്യാമിനെ കണ്ടു. പക്ഷെ അവൻ ഭസ്മമായി തീർന്നില്ല. ഇത് സാധാരണ മനുഷ്യനല്ലെന്ന് മുച്ചുകുന്ദൻ തിരിച്ചറിഞ്ഞു. നീ ദൈവമായിരിക്കണം, അയാൾ പറഞ്ഞു. പിന്നെ ശ്യാമിൻ്റെ കാലിൽ വീണു. ഞാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും സമാധാനം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നീ നിന്റെ കണ്ണുകൾ ലോകത്തിനു നേർക്ക് അടച്ചു പിടിച്ചിരിക്കുമ്പോൾ സമാധാനം കൈവരില്ല. യഥാർത്ഥ പ്രകൃതിയെ നീ വിവേചിച്ചറിയുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ നിനക്ക് നിന്റെ യഥാർത്ഥ സ്വത്വം കണ്ടുപിടിക്കുവാൻ കഴിയുകയുള്ളൂ, ശ്യാം പറഞ്ഞു. അങ്ങനെ ജ്ഞാനോദയം സിദ്ധിച്ച മുച്ചുകുന്ദൻ തിരികെ ഉറക്കത്തിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതിനു പകരം അയാൾ ഹിമാലയത്തിലേക്ക് പിൻവാങ്ങി. അവിടുത്തെ ബദരി ഗുഹയിൽ അഭയം തേടി. അവിടെ അനേകം യോഗികളുടെ നിർദ്ദേശാനുസരണം അവസാനം അയാൾക്ക് മായയുടെ ലോകം മനസ്സിലാക്കുന്നതിനും മോക്ഷം നേടുന്നതിനും കഴിഞ്ഞു. മുച്ചുകുന്ദൻ രാമൻ്റെ സൂര്യവംശത്തിൻ്റെ ഭാഗമാണ്. അയാളുടെ പിതാവ് ഒരു പുരുഷ ശരീരത്തിൽ നിന്ന് ജനിച്ച മാന്ധാതാവാണ്. തൻ്റെ പത്നിമാരെ ഗർഭം ധരിപ്പിക്കുന്നതിനുള്ള കഷായം അബദ്ധത്തിൽ കുടിച്ചുപോയ മാന്ധാതാവിൻ്റെ പിതാവ് അവനെ ഗർഭം ധരിച്ചു. മാന്ധാതാവിൻ്റെ കാലഘട്ടം പുരാതന കാലത്തെ ഒരു പ്രചാരമുള്ള രൂപകമായിരുന്നു. ഇന്ത്യയിലെ പുരാവൃത്തങ്ങളിൽ ഉറങ്ങുന്നതുകൊണ്ടോ
കണ്ണുകൾ മൂടിക്കെട്ടിയതുകൊണ്ടോ ധ്യാനത്തിൽ നിരതനായതുകൊണ്ടോ വളരെ നീണ്ട കാലത്തോളം കണ്ണുകൾ അടച്ചിരുന്ന ആളിന് അയാൾ എപ്പോൾ കണ്ണു തുറക്കുന്നുവോ അപ്പോൾ ആദ്യം കൺവെട്ടത്തു പെടുന്ന എന്തും ഭസ്മീകരിക്കത്തക്ക വിധമുള്ള ഭീതിതമായ കാഴ്ചശക്തി നേടുന്നു. അങ്ങനെയാണ് രാമായണത്തിൽ കപിലൻ്റെ ധ്യാനം ശല്യപ്പെടുത്തുമ്പോൾ സാഗരൻ്റെ പുത്രന്മാർ കൊല്ലപ്പെടുന്നത്. ഒരു യാദവനും കാലയവനെ കൊല്ലുവാൻ സാധിക്കില്ലെന്ന് അറിയാവുന്നതിനാൽ അയാളെ കീഴടക്കുന്നതിനായി കൃഷ്ണൻ കൗശലം പ്രയോഗിക്കുന്നു. ഗുജറാത്തിലെ ഗിമാർ കുന്നിൻ്റെ സമീപത്താണ് മുച്ചുകുന്ദൻ ഉൾപ്പെട്ടിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇതിനുശേഷം അയാൾ ഹിമാലയത്തിലുള്ള ബദരികാശ്രമത്തിലേക്ക് പോകുന്നു. ആന്ധ്രാപ്രദേശത്തിലെ മൂസി നദി ഒരു കാലത്ത് മുച്ചുകുന്ദൻ നദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കാലുവെച്ചപ്പോൾ താൻ ഉറങ്ങിക്കിടക്കവേ ലോകം ചുരുങ്ങിപ്പോയി എന്ന് മുച്ചുകുന്ദൻ തിരിച്ചറിയുന്നു. ഹിന്ദു മതത്തിലെ പുരാണേതിഹാസങ്ങളിൽ ലോകത്തിൻ്റെ യൗവനത്തിൽ മനുഷ്യജീവികൾ ഉയരം കൂടിയവരായിരുന്നുവെന്നും ലോകത്തിന് പ്രായമാകുന്നതിനനുസരിച്ച് അവർ വലിപ്പത്തിൽ ചുരുങ്ങി വരുമെന്നും ഭൂമിക്ക് അവരുടെ ഭാരം കൂടുതൽ വഹിക്കുവാൻ ആവില്ലെന്നും വിശ്വസിച്ചു വരുന്നു. ലോകം മുഴുവനുമുള്ള പുരാണേതിഹാസങ്ങളിൽ ഇതേപോലെയുള്ള കഥകൾ കാണാറുണ്ട്. ക്രിസ്തുമതത്തിലെയും അറബിയിലെയും പുരാവൃത്തങ്ങളിൽ 7 സന്യാസിമാർ പ്രാർത്ഥിക്കുന്നതിനായി ഒരു ഗുഹയിലേക്ക് പിൻവാങ്ങി. അവർ ഉറങ്ങിപ്പോയി. 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഉണർന്നെഴുന്നേറ്റത്. തമിഴ്നാട്ടിൽ ക്ഷേത്രകഥ പ്രകാരം മുച്ചുകുന്ദൻ്റെ സേവനങ്ങളിൽ സംപ്രീതനായ ഇന്ദ്രൻ അയാൾക്കൊരു വരം നൽകുന്നു. ദൈവങ്ങൾ ആരാധിച്ചിരുന്ന ശിവലിംഗം വേണം എന്ന് മുച്ചുകുന്ദൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. അത് ഉപേക്ഷിക്കുന്നതിന് തയ്യാറല്ലാത്തതിനാൽ ഇന്ദ്രൻ മുച്ചുകുന്ദന് 7 ശിവലിംഗങ്ങൾ കാണിച്ചു കൊടുത്തു. ശരിയായ ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവാനും പറഞ്ഞു. അത് ചെയ്യുന്നതിൽ മുച്ചുകുന്ദൻ വിജയിച്ചു. അതിൻ്റെ ഫലമായി ഇന്ദ്രൻ അയാൾക്ക് 7 ശിവലിംഗങ്ങളും നൽകി. അവ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് 7 ഇടങ്ങളിൽ ആരാധിച്ചു വന്നു. തിരുവൂരിലുള്ള ക്ഷേത്രത്തിൽ അയാൾ മൂലവിഗ്രഹം സൂക്ഷിച്ചു. മറ്റുള്ളവ തിരുനെല്ലൂർ, വേദാരണ്യം, തിരുവൈമൂർ, തിരുക്കുറവാസൽ, തിരുക്കുവലൈ, നാഗപട്ടണം എന്നിവിടങ്ങളിലായി സൂക്ഷിച്ചു. അടുത്ത ഭാഗം പർവ്വതത്തിലെ തീ. മധുര നശിപ്പിച്ചു, പക്ഷേ അവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. കാലയവനൻ വധിക്കപ്പെട്ടു, പക്ഷേ 2 സഹോദരങ്ങളും അപ്പോഴും ജീവിച്ചു. മുച്ചുകുന്ദൻ്റെ ഗുഹയിൽ നിന്ന് യാതൊരു കേടുപാടും പറ്റാതെ ശ്യാമും ബലരാമനും പുറത്തേക്ക് വരുന്നത് കണ്ട ജരാസന്ധൻ്റെ കോപത്തിനും നിരാശയ്ക്കും അതിരുണ്ടായിരുന്നില്ല. പർവ്വതത്തിന് തീ കൊടുത്തേക്കൂ, അവർ വെന്തു മരിക്കട്ടെ, അയാൾ തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു. ഉടനെ തന്നെ അഗ്നിനാളങ്ങൾ പർവ്വതത്തെ വലയം ചെയ്തു. കനപ്പെട്ട പുക തിരമാല പോലെ വീശിയടിച്ചപ്പോൾ ശ്യാമും ബലരാമനും പർവ്വതത്തിലെ അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചത് ജരാസന്ധൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് 2 സഹോദരന്മാരും കൊല്ലപ്പെട്ടു എന്ന് ബോധ്യത്തിൽ ജരാസന്ധൻ മഗധയിലേക്ക് മടങ്ങിയപ്പോൾ തങ്ങളുടെ ബന്ധുജനങ്ങളുടെ ഒപ്പം ചേരുന്നതിനായി ശ്യാമും ബലരാമനും ദ്വാരാവതിയിലേക്ക് യാത്ര തിരിച്ചു. ജരാസന്ധൻ മധുര നശിപ്പിക്കുന്നു. യാദവർ പടിഞ്ഞാറേക്ക് നീങ്ങി അഭയാർത്ഥികളായി തീരുന്നതിന് നിർബന്ധിതരാകുകയും ചെയ്യുന്നു. രാമായണം എന്നത് വേദകാല ജനങ്ങൾ വടക്കുനിന്ന് തെക്കോട്ട് കുടിയേറി പാർക്കുന്നതിൻ്റെ കഥയാണെങ്കിൽ ഹരിവംശം കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് കുടിയേറുന്ന കഥയാണ് പറയുന്നത്. യുദ്ധഭൂമിയിൽ നിന്ന് പിൻവാങ്ങുന്ന കൃഷ്ണനെ രൺഛോഡ്റായ് എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയവൻ എന്ന അർത്ഥത്തിൽ കൃഷ്ണൻ്റെ ഈ രൂപം ഗുജറാത്തിലെ ദ്വാരാവതിയിലും ഡാക്കോറിലും ആരാധിക്കപ്പെടുന്നു. ഈ പ്രദേശം രജപുത്രരുമായി ബന്ധപ്പെട്ടതിനാൽ ഇത് വിപരീതാർത്ഥകമാണ്. അവർ അപകീർത്തിയേക്കാൾ ഇഷ്ടപ്പെടുന്നത് മരണമാണ്. തന്ത്രപരമായ പിൻവാങ്ങലിനും മറ്റൊരു ദിവസത്തെ യുദ്ധം വരെ ജീവിക്കുന്നതിലും കൃഷ്ണന് അപമാനമൊന്നും തോന്നുന്നില്ല.
അടുത്ത ഭാഗം രേവതി ബലരാമനെ വേൾക്കുന്നു. ദ്വാരാവതി ദ്വീപിലെ വനാന്തരങ്ങളിൽ 2 രാക്ഷസന്മാർ ജീവിച്ചിരുന്നു. പ്രായമായ ഒരാളും അയാളുടെ ചെറുപ്പക്കാരിയായ മകളും. ഇവരെക്കുറിച്ചുള്ള ഭയം തങ്ങളുടെ പുതിയ നഗരത്തിൽ താവളമുറപ്പിക്കുന്നതിൽ നിന്ന് യാദവരെ തടഞ്ഞു. ശ്യാമും ബലരാമനും ദ്വാരാവതിയിൽ എത്തിയപ്പോൾ അവർ ഇതന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് തീരുമാനിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളും ഈ ദ്വീപിൽ വാസം ഉറപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് സമാധാനമായി ജീവിക്കാം, ബലരാമൻ വയസ്സായ രാക്ഷസനോട് പറഞ്ഞു. രാക്ഷസൻ മറുപടി പറഞ്ഞു, എൻ്റെ പേര് രേവതൻ എന്നാണ്. ഈ ദ്വീപ് എൻ്റെ അധീനതയിലുള്ള രാജ്യമായിരുന്നു. അത് കുശസ്ഥലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കാലം മുമ്പ് ഞാൻ എൻ്റെ മകൾ രേവതിയെ ബ്രഹ്മാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവൾക്ക് ഒരു യോഗ്യനായ ഭർത്താവിനെ നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ വെറും 1 ദിവസം മാത്രമാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെലവഴിച്ചത്. പക്ഷേ ബ്രഹ്മാവിൻ്റെ 1 ദിവസം ഭൂമിയിലെ 1000 വർഷമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഞാൻ തിരികെ എത്തിയപ്പോഴേക്കും എൻ്റെ രാജ്യം അപ്രത്യക്ഷമായിരുന്നു. അവിടം മുഴുവൻ വനം വ്യാപിച്ചു. ഭൂമിയിലുള്ള മനുഷ്യരുടെ വലിപ്പം കുറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രാക്ഷസരൂപികളായി മാറിയത്. ഇപ്പോൾ എനിക്ക് രാജ്യമില്ല. ഒരു ഭർത്താവിനെ ലഭിക്കുവാൻ സാധിക്കാത്ത വിധം വളരെ ഉയരം കൂടിയ ഒരു ചെറുപ്പക്കാരി മകൾ അല്ലാതെ മറ്റാരുമില്ല. ഏതെങ്കിലും ഒരു യാദവൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് അവളെ പരിപാലിക്കുമെങ്കിൽ ഞാൻ ഏറെ കൃതജ്ഞനായിരിക്കും. ഞങ്ങൾ നിങ്ങളുടെ മകളെ ഒന്ന് കാണട്ടെ, ബലരാമൻ പറഞ്ഞു. രേവതി കാട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ഒരു പനമരത്തിൻ്റെ അത്രയും ഉയരത്തിൽ. എനിക്ക് അവളുടെ മുഖം കാണുവാൻ കഴിയുന്നില്ല. ബലരാമൻ തൻ്റെ കലപ്പ അവളുടെ നേർക്ക് വീശി. അത് അവളുടെ തോളിൽ കുരുക്കി അവളെ കുനിയുന്നതിന് നിർബന്ധിതയാക്കുക എന്ന ഉദ്ദേശത്തോടെ. കലപ്പയുടെ അഗ്രം അവളുടെ ചുമലിൻ്റെ അറ്റത്ത് തൊട്ടില്ല എന്നായ ഉടനെ തന്നെ അവളുടെ വലിപ്പം ചുരുങ്ങി. അവൾ സുന്ദരിയായിരുന്നു. സ്ത്രീകളിൽ നിന്ന് എന്നും ലജ്ജിച്ച് പിന്മാറിയിരുന്ന ബലരാമൻ അവളിൽ അനുരക്തനായി. യാദവർ ബലരാമൻ്റെയും രേവതിയുടെയും വിവാഹം ആഘോഷിച്ചു. സ്ത്രീധനം എന്ന നിലയിൽ താൻ ദ്വീപിൽ അങ്ങോളം ഇങ്ങോളം കുഴിച്ചു മൂടിയിട്ടുള്ള തൻ്റെ സമ്പത്ത് യാദവർക്ക് നൽകാമെന്ന് രേവതൻ വെളിപ്പെടുത്തി. നവവിവാഹിതരെ അനുഗ്രഹിച്ച് യാദവർക്ക് സൗഭാഗ്യങ്ങളും ആശംസിച്ച് രാക്ഷസരൂപി ലോകത്തിൽ നിന്നും പിൻവാങ്ങി മോക്ഷത്തിനായുള്ള തൻ്റെ അന്വേഷണം ആരംഭിച്ചു. രേവതിയെ ചിലപ്പോൾ വാരുണിയുമായി ബന്ധപ്പെടുത്താറുണ്ട്. അവളുടെ ഭർത്താവിനെ പോലെ വീഞ്ഞ് അവൾക്കും പ്രിയപ്പെട്ടതായിരുന്നു. രേവതിയുടെ പിതാവ് ചിലപ്പോൾ രേവതൻ എന്നും മറ്റു ചിലപ്പോൾ രേവതൻ്റെ പുത്രനായ രൈവതൻ എന്നും കകുത്ബി എന്നും അറിയപ്പെടുന്നു. അയാളുടെ കഥ ഹരിവംശം, ഭാഗവത പുരാണം, ദേവി ഭാഗവതം എന്നിവകളിൽ പറയുന്നുണ്ട്. മുച്ചുകുന്ദനും രേവതനും സൂര്യവംശത്തിൽ നിന്നുള്ളവരാണ്. ഒരാൾ ഒരു സുദീർഘ നിദ്രയിൽ നിന്നും ഉണരുന്നു. മറ്റേയാൾ ബ്രഹ്മാവിൻ്റെ രാജ്യത്ത് വളരെ ചെറുത് എന്ന് തോന്നിപ്പിക്കുന്ന കാലത്തോളം പരദേശിയായി കഴിയുന്നു. ത്രേതായുഗം മാറി ദ്വാപരയുഗം വന്നുവെന്നും കുറവ് ആയുർദൈർഘ്യം മാത്രമുള്ള വലിപ്പം കുറഞ്ഞ ആളുകളുള്ളതായി ലോകം ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഹിമാലയത്തിലെ ബദരികാശ്രമത്തിലേക്ക് 2 പേരും വിരമിക്കുന്നു. നിശാതനും ഉൽമുഖനും ബലരാമൻ്റെയും രേവതിയുടെയും 2 പുത്രന്മാരാണ്. ഒഡീഷയിലെ പുരിയിൽ ക്ഷേത്രപുരാവൃത്തപ്രകാരം ജഗന്നാഥൻ്റെ സഹോദരൻ ബലഭദ്രൻ ഒരു ബ്രഹ്മചാരിയായ സന്യാസിയാണ്. ദേവദാസിമാർ ഭൂമിയിൽ മഴ പെയ്യുന്നതിനായി രാത്രിയിൽ അയാൾക്ക് വേണ്ടി നൃത്തം ചെയ്യുക തുടങ്ങിയ രഹസ്യാനുഷ്ഠാനങ്ങൾ നടത്തി. മുച്ചുകുന്ദൻ്റെയും രേവതൻ്റെയും കഥകളനുസരിച്ച് പുരാതന കാലത്തെ ഇന്ത്യക്കാർക്ക്
കാലത്തിലൂടെ യാത്ര നടത്തുവാൻ അറിയാമായിരുന്നു. അതല്ലെങ്കിൽ ആപേക്ഷിക സിദ്ധാന്തങ്ങളെ വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്ത അളവുകളിൽ സമയം വ്യത്യസ്തമായി നീങ്ങുന്നു ലോകം കുറിച്ച് അറിയാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട്. അടുത്ത ഭാഗം പുസ്തകം 11 ഭർത്താവ്. വ്യാസൻ ശുകനോട് പറഞ്ഞു, ശ്യാമിൻ്റെ പത്നിമാർ അവൻ വളരെ ശ്രദ്ധയുള്ളവനും കർത്തവ്യനിഷ്ഠയുള്ളവനും ഉദാരമതിയുമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അവൻ ഒരിക്കലും പുല്ലാങ്കുഴൽ വാദനം നടത്തിയില്ല. ഇനി പറയുവാൻ പോകുന്ന കഥകൾ നിനക്ക് കടപ്പാടുകളെപ്പറ്റിയും കുടുംബപരമായ സ്നേഹത്തെപ്പറ്റിയും പറഞ്ഞു തരട്ടെ. വിദർഭയിലെ രുക്മിണി എന്ന ഭാഗമാണ് അടുത്തത്. മധുര കിഴക്കുദിക്കിലായിരുന്നു. ദ്വാരാവതി പടിഞ്ഞാറ് ദിക്കിലും വിദർഭ തെക്കുദിക്കിലും ആയിരുന്നു. വിദർഭയിൽ കുണ്ടിനി നഗരത്തിലെ രുക്മിണി യുവാവായ ഒരു ഗോപാലകനെ പറ്റി കേട്ടിരുന്നു. വൃന്ദാവനത്തിലെ ഗോപികമാരാൽ വളരെയധികം സ്നേഹിക്കപ്പെട്ടവൾ, മധുര നഗരവാസികളെ അങ്ങേയറ്റം സ്വാധീനിച്ചവൻ, അതിശക്തനായിരുന്ന കംസനെ വധിച്ചവൻ, ജരാസന്ധൻ്റെ അധികാരശക്തിയെ വെല്ലുവിളിച്ചവൻ. മധുരയുടെ പതനത്തെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ശ്യാം മരിച്ചുപോയി എന്ന്. പക്ഷേ അയാൾ മരിച്ചിട്ടുണ്ടാവില്ലെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ശ്യാമിനെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ, അവൾ നിർബന്ധം പിടിച്ചു. അവളുടെ പിതാവ് ഭീഷ്മകൻ, അവളുടെ സഹോദരൻ രുക്മി എന്നിവർ ശ്യാം മരിച്ചു കഴിഞ്ഞെന്ന് വാദിച്ചു. ശ്യാമിൻ്റെ ബന്ധു സഹോദരനും ജരാസന്ധന് പ്രിയപ്പെട്ടവനുമായ ഛേദിയിലെ ശിശുപാലനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനമെടുത്തു. കീഴടങ്ങാൻ രുക്മിണി തയ്യാറായില്ല. അവൾ ഒരു എഴുത്തെഴുതി അത് ഒരു ദൂതനെ ഏൽപ്പിച്ചു. എവിടേക്കാണ് യദുഗോത്രക്കാർ ദേശാന്തരഗമനം നടത്തിയതെന്ന് കണ്ടുപിടിക്കുവാൻ പറ്റാവുന്ന എല്ലാ ദിക്കുകളിലേക്കും അലയുവാൻ ദൂതന് ആജ്ഞയും നൽകി. കാരണം വെന്തുപോയ മധുരയിൽ ഒരൊറ്റ ശവശരീരം പോലും കണ്ടെത്താനായില്ലെന്ന് എല്ലാവരും കേട്ടിരുന്നു. ദൂതൻ ശ്യാമിനെ തിരഞ്ഞുപോയപ്പോൾ അവൾ ആഗ്രഹിച്ച ഭർത്താവ് തന്നെ ആയിരിക്കണം അവൾക്ക് വിധിച്ചിട്ടുള്ള ഭർത്താവെന്ന് അവൾ ഓരോ ദിവസവും ദേവി ഗൗരിയോട് പ്രാർത്ഥിച്ചു. വിവാഹ ദിവസം രാവിലെ അവൾ ഗൗരി ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ വിദർഭയിലെ തെരുവുകളിലൂടെ ഒരു സുവർണ രഥം അതിവേഗത്തിൽ പാഞ്ഞു വന്നു. രാജകീയ പൂന്തോപ്പിൽ കയറി രുക്മിണിയെ അവളുടെ ബന്ധുജനങ്ങളുടെ മൂക്കിന് തൊട്ടു താഴെ നിന്നു തന്നെ പിടിച്ചുകൊണ്ട് തിരികെ പോയി. അവിടെ ഒന്നിച്ചുകൂടിയ രാജാക്കന്മാരും യോദ്ധാക്കളും രഥം തടയുവാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അത് ശ്യാം ആയിരുന്നു. ഹരിവംശത്തിൽ കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. രാജകുമാരി അവനെ ക്ഷണിക്കുന്നതായിട്ട് പരാമർശമൊന്നുമില്ല. അവൻ സ്വയംവരത്തിന് സന്നിഹിതനായിരുന്നു. ജരാസന്ധനിൽ നിന്ന് ഒളിച്ചിരിക്കുന്നതിൻ്റെയും രുക്മിണിയുടെ എഴുത്തിനെ തുടർന്നുള്ള അവൻ്റെ നാടകീയമായ രംഗപ്രവേശത്തിൻ്റെയും കഥകൾ പിന്നീട് 5 നൂറ്റാണ്ടുകൾക്കു ശേഷം ഭാഗവത പുരാണത്തിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. 500 കൊല്ലങ്ങൾക്ക് മുൻപ് ശങ്കരദേവൻ സ്ഥാപിച്ച ആസാമിലെ വൈഷ്ണവ പാരമ്പര്യത്തിലെ ആംഗ്യ നാടകത്തിലും ശാസ്ത്രീയ അവതരണങ്ങളിലും രുക്മിണി ഹരൻ ഒരു പ്രചാരം സിദ്ധിച്ച പ്രമേയമാണ്. അത് രാത്രിയിൽ സത്രനാടക ഇടത്തിൽ കൃഷ്ണൻ്റെ നാമം പകൽ മുഴുവൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമഗൃഹത്തിന് മുന്നിലാണ് നടത്തപ്പെടുന്നത്. രുക്മിണിയുടെ കഥയിൽ ഗൗരിയെ ഒരു ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള പ്രസ്താവം ഹിന്ദുമത ചരിത്രത്തിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ രചനാ പരാമർശമാണ്. ധർമ്മശാസ്ത്രങ്ങളിൽ പലവിധത്തിലുള്ള വിവാഹങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിലൊന്ന് രാക്ഷസ വിവാഹമാണ്. അതിൽ വരൻ വധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് കൃഷ്ണൻ ചെയ്യുന്നത്. പക്ഷേ രുക്മിണിയുടെ അനുവാദത്തോടെയാണെന്ന് മാത്രം.
കൃഷ്ണൻ്റെ രഥസാരഥി ദാരുകൻ എന്നു പേരുള്ള ഒരുവനാണ്. അവൻ്റെ രഥത്തിൻ്റെ 4 കുതിരകൾ ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബാലഹകൻ എന്നിവരാണ്. ഇത് മഹാഭാരതത്തിലെ അശ്വമേധപർവം എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒഡീഷയിലെ പുരിയിലുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ സാരഥി അശ്ലീല പരാമർശങ്ങളുള്ള പദ്യങ്ങൾ പാടുന്നുണ്ട്. ഇവയെ ദാഹുക ബോലി, കൃഷ്ണൻ്റെ സാരഥിയായ ദാഹുകൻ്റെ അഥവാ ദാരുകൻ്റെ പാട്ട് എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്രത്തിലെ പണ്ഡർപൂരിൽ കൃഷ്ണനെ രുക്മിണിയുടെ പ്രഭുവായിട്ടാണ് ആരാധിച്ചു വരുന്നത്. രാധയെക്കുറിച്ച് പരാമർശമൊന്നുമില്ല. രുക്മിണിയെ തദ്ദേശീയമായി അറിയപ്പെടുന്നത് രഘുമായി അഥവാ രുക്മതി എന്നാണ്. ദേവി എല്ലായ്പ്പോഴും ദേവനിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുന്ന വൈഷ്ണവരുടെ ക്ഷേത്രാചാര രീതിപ്രകാരം അവരെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തദ്ദേശീയ ഐതിഹ്യങ്ങളിൽ വൈകുണ്ഠം വിട്ടുപോയ ലക്ഷ്മിയെ വിഷ്ണു തിരയുന്നു. പണ്ഡർപൂരിന് സമീപമുള്ള പുളിവനികയിൽ അവളെ കണ്ടെത്തുന്നു. ഇടുപ്പിൽ കൈ കൊടുത്ത മട്ടിൽ വിഠലയെ പോലെ അവിടെ വിഷ്ണു അവളെ കാത്തു നിൽക്കുന്നു. അവൾ അവൻ്റെ പത്നി രഘുമായി ആയിത്തീരുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വൈഷ്ണവർ വിശ്വസിച്ചു വരുന്നത് രുക്മിണി അരുണാചൽ പ്രദേശത്തു നിന്ന് വരുന്നു എന്നാണ്. പാർവതി രുക്മിണിക്കും കൃഷ്ണനും മനോഹരമായ ഒരു പുഷ്പമാല സമ്മാനിച്ച ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അത്. മിലിനി താൻ. രുക്മി ശിക്ഷിക്കപ്പെടുന്നു. അടുത്ത ഭാഗം. മറ്റു യോദ്ധാക്കളെല്ലാം പരിശ്രമം ഉപേക്ഷിച്ചപ്പോഴും രുക്മി ശ്യാമിനെയും രുക്മിണിയെയും കഠിനമായി പിന്തുടരുക തന്നെ ചെയ്തു. അവസാനം ശ്യാമിന് തേരു നിർത്തി അവൻ്റെ വെല്ലുവിളി സ്വീകരിക്കേണ്ടതായി വരും വരെ. വളരെ പെട്ടെന്ന് ശ്യാം വിദർഭയിലെ യുവരാജകുമാരനെ കീഴ്പ്പെടുത്തുന്നു. രുക്മിയെ വകവരുത്താനായി അവൻ വാൾ ഉയർത്തിയപ്പോൾ തൻ്റെ സഹോദരൻ്റെ ജീവനോട് ദയവ് കാണിക്കണമെന്ന് രുക്മിണി അവനോട് യാചിക്കുന്നു. ശ്യാം വഴങ്ങി. പക്ഷേ രുക്മിയുടെ പകുതി തലമുടിയും പകുതി മീശയും വടിച്ചു കളഞ്ഞതിനു ശേഷം മാത്രം. അപമാനിതനായ രുക്മി കുണ്ടിനിയിലെ വീട്ടിലേക്ക് മടങ്ങുവാൻ വിസമ്മതിച്ചു. ഭോജകഥ എന്ന ഒരു പുതിയ നഗരം താൻ നാണം കെടുത്തപ്പെട്ട അതേ സ്ഥലത്ത് നിർമ്മിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ്റെ തലമുടിയും മീശയും വടിച്ചു കളയുന്നത് ഇക്കാലത്തും നാണം കെടുത്തലിൻ്റെ ഒരു അടയാളമായി തുടരുന്നുണ്ട്. ഇന്ത്യയിൽ പാരമ്പര്യവശാൽ തന്നെ ഒരു മനുഷ്യൻ്റെ മീശയും തലമുടിയും അയാളുടെ പുരുഷ ഗുണമുള്ള പൗരുഷ ലക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ വിശദ വിവരം ഹരിവംശത്തിൽ കാണാനില്ല. പക്ഷേ ഭാഗവത പുരാണത്തിൽ അത് പറയുന്നുണ്ട്. ഹരിവംശത്തിൽ രുക്മിണിയുടെ പുത്രി കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രനായ പ്രദ്യുമ്നനെ വിവാഹം കഴിക്കുന്നുണ്ട്. പ്രദ്യുമ്നൻ്റെ പുത്രൻ രുക്മിണിയുടെ പൗത്രിയെയും വിവാഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബ കെട്ടുപാടുകൾ അവർ പുനഃസ്ഥാപിക്കുന്നു. രുക്മി പൊങ്ങച്ചക്കാരനായി തന്നെ നിലകൊള്ളുന്നുണ്ട്. മഹാഭാരതത്തിലെ ഉദ്യോഗപർവം പാണ്ഡവർക്ക് അയാൾ സഹായഹസ്തം നീട്ടുന്നതും തങ്ങളിൽ താണവരോടും കാണിക്കുന്ന രക്ഷാധികാരത്വം എന്ന മട്ടിലുള്ള അയാളുടെ പ്രകോപനം മനസ്സിലാക്കിയ അവർ അത് നിരസിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. കോപത്തോടെ അയാൾ കൗരവരെ സമീപിക്കുന്നു. പക്ഷെ പാണ്ഡവർ നിരസിച്ച ആളെ തങ്ങൾ സ്വീകരിക്കുന്നത് അവർക്ക് അഭിമാന പ്രശ്നമായിരുന്നു. അതിനാൽ അവരും അയാളുടെ സഹായം നിരസിച്ചു. ബലരാമനെ പോലെ അയാളും കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ തികച്ചും വിപരീതങ്ങളായ കാരണങ്ങൾ മൂലം ആണെന്നു മാത്രം. ബലരാമന് ഇരുപക്ഷക്കാർക്കും ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അയാൾ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. അതേസമയം രുക്മി യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇരുപക്ഷത്താലും പരിത്യജിക്കപ്പെടുന്നു. കുരുക്ഷേത്രത്തിലെ യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം രുക്മിയും കലിംഗരാജ്യത്തിൻ്റെ രാജാവും ബലരാമനെ പകിട കളിക്കുവാൻ ക്ഷണിക്കുന്നു. കളി അവസാനിക്കുന്നത് ഒരു വാദപ്രതിവാദത്തിലാണ്.
അതിൽ ബലരാമൻ രുക്മിയെ വധിക്കുന്നു. ഈ കഥ ഹരിവംശത്തിലും ഭാഗവത പുരാണത്തിലും കാണപ്പെടുന്നുണ്ട്. സ്യമന്തകം മോഷ്ടിക്കപ്പെടുന്നു എന്ന ഭാഗം അടുത്തത്. ഒരു യാദവ കുലീന പ്രഭുവായ സത്രാജിത്തിൻ്റെ കൈവശം അതിഗംഭീരമായ സ്യമന്തകം എന്നു പേരായ ഒരു രത്നമുണ്ടായിരുന്നു. അത് സൂര്യഭഗവാൻ അയാൾക്ക് നൽകിയതായിരുന്നു. ആ രത്നം എവിടെയിരുന്നാലും അവിടെ അത് അയാൾക്ക് വളരെ വലിയ ഭാഗ്യം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു രത്നം മുതിർന്നവരുടെ ഉപദേശക സമിതിയുടെ ഉടമസ്ഥതയിൽ വേണം സൂക്ഷിക്കുവാനെന്ന് ശ്യാമിന് തോന്നി. കാരണം അപ്പോൾ അത് അടുത്ത ഇടയ്ക്ക് ദ്വാരാവതിയിലേക്ക് കുടിയേറിപ്പാർത്ത മുഴുവൻ യാദവകുലത്തിനും സൗഭാഗ്യം കൊണ്ടുവരുമല്ലോ. പക്ഷേ സത്രാജിത്ത് അത് സ്വന്തം ഭവനത്തിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. ഒരു ദിവസം സത്രാജിത്തിൻ്റെ സഹോദരൻ പ്രസേനജിത്ത് ആ രത്നം കഴുത്തിലണിഞ്ഞ് നായാട്ടിന് പോയി. പിറ്റേ ദിവസം അയാളെ വധിക്കപ്പെട്ട നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തി. അയാളുടെ ശരീരത്തിൽ ആഭരണത്തിൻ്റെ തരി പോലും അവശേഷിച്ചിരുന്നുമില്ല. സംശയത്തിൻ്റെ നിഴൽ ഉടനടി ശ്യാമിൻ്റെ മേൽ പതിഞ്ഞു. വെണ്ണയും മുതിർന്ന ആണുങ്ങളുടെ പത്നിമാരെയും വരെ മോഷ്ടിച്ച ഈ നീചനായ പശുപാലകൻ ഇപ്പോൾ ഇതാ എൻ്റെ സഹോദരനെയും കൊന്നിരിക്കുന്നു. ഞാൻ തീവ്രമായി ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ രത്നം മോഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. മുതിർന്ന യാദവരുടെ സമിതിക്ക് മുൻപിൽ സത്രാജിത്ത് നിലവിളിച്ചു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി രത്നം കണ്ടെടുക്കുമെന്നും പ്രസേനജിത്തിൻ്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കുമെന്നും ഉറച്ച തീരുമാനം കൈക്കൊണ്ട് ശ്യാം വനത്തിലേക്ക് പോയി. സ്യമന്തകത്തിൻ്റെ കഥ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഹരിവംശത്തിലാണ്. വെണ്ണക്കള്ളനും ഹൃദയചോരനുമായ ശ്യാം അവൻ്റെ ഗ്രാമീണ രീതികളുടെ പേരിൽ മുമ്പേ തന്നെ അസ്വസ്ഥരായിരുന്ന പരിഷ്കൃതരായ യാദവരുടെ മുൻപിൽ ഇതോടെ ആഭരണമോഷ്ടാവും കൂടി ആയിത്തീരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന കോഹിനൂർ വജ്രവുമായി സ്യമന്തകം ബന്ധപ്പെടപ്പെടുന്നുണ്ട്. ലോകം മുഴുവനും തന്നെ വിലമതിക്കാനാവാത്ത അനേകം രത്നങ്ങൾ ദൗർഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്യമന്തകം എവിടെയുണ്ടോ അവിടേക്ക് ഭാഗ്യം ആകർഷിക്കപ്പെടുന്നു. പക്ഷെ അതിൻ്റെ യജമാനനെന്ന് അവകാശപ്പെടുന്ന ആളിന് അത് എപ്പോഴും ദൗർഭാഗ്യം കൊണ്ടുവരുന്നു. ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം ആകർഷിക്കപ്പെടുന്ന ഒരു ദൈവിക രത്നം എന്ന ആശയം ഹിന്ദുമതത്തിലെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇക്കാലത്ത് പോലും ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം ദൗർഭാഗ്യത്തിൻ്റെ ഗതി മാറ്റിവിടുന്നതിനോ സൗഭാഗ്യം കൊണ്ടുവരുന്നതിനോ വേണ്ടി ആളുകൾ രത്നക്കല്ലുകൾ അണിയാറുണ്ട്. ജാംബവതി എന്ന പെൺ കരടി. മൃതശരീരം കിടന്നിരുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ ശ്യാം കണ്ടു. കുറച്ചപ്പുറത്തായി ചത്തുപോയ ഒരു സിംഹത്തെയും അതിൻ്റെ അരികിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കരടിയുടെ കാൽപ്പാടുകളും കൂടി അവൻ കണ്ടു. സിംഹം പ്രസേനജിത്തിനെ കൊന്നുകാണണം, അതിനുശേഷം അതിനെ കരടി കൊന്നുകാണും. അതുകൊണ്ട് രത്നം കരടിയുടെ പക്കൽ തന്നെ കാണണം, ശ്യാം അനുമാനിച്ചു. കരടിയുടെ കാലടിപ്പാത പിന്തുടർന്ന് ശ്യാം ഒരു ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ കരടിക്കുട്ടികൾ ആ രത്നം വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. സ്യമന്തകം എന്ന് വിളിക്കപ്പെടുന്ന ഈ രത്നം സിംഹത്താൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു യാദവ കുലീനൻ്റേതാണ്. ശ്യാം കരടിയോട് പറഞ്ഞു. ജാംബവാൻ എന്നു പേരുള്ള ആ കരടി പറഞ്ഞു, നിനക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരും. ശ്യാം സമ്മതിച്ചു. പിന്നീട് നടന്ന മത്സരത്തിൽ തൻ്റെ ശക്തിയും ചുറുചുറുക്കും കൊണ്ട് ശ്യാം ജാംബവാനിൽ മതിപ്പുണർത്തി. പരാജയം സമ്മതിച്ചുകൊണ്ട് ജാംബവാൻ പറഞ്ഞു, നീ ശക്തനാണ്, രത്നം കയ്യിൽ വയ്ക്കുന്നതിന് സർവ്വഥാ യോഗ്യൻ, എൻ്റെ ജാമാതാവാകുന്നതിനും യോഗ്യതയുള്ളവൻ. അങ്ങനെ വിജയശ്രീലാളിതനായി രത്നവും
കരടി രാജകുമാരിയായ ജാമ്പവതിയും ഒത്ത് ശ്യാം ദ്വാരാവതിയിലേക്ക് മടങ്ങിയെത്തി. ഈ സംഭവത്തിൽ ഒരു കൊലപാതക ദുരൂഹത ചുരുളഴിക്കുന്നതിനായി കൃഷ്ണൻ ഒരു അപസർപ്പക വിദഗ്ധൻ്റെ ഭാഗമെടുക്കുകയാണ്. ജാമ്പവതി സ്ത്രീയായി മാറിയ ഒരു കരടിയാണെന്ന് യുക്തിവാദികൾ അംഗീകരിക്കുന്നില്ല. കരടി കുലചിഹ്നമായിട്ടുള്ള ഒരു ഗോത്രത്തിൻ്റെ ഭാഗമായിരിക്കാം അവളെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതവളെ കൃഷ്ണൻ്റെ ഗോത്രവർഗക്കാരിയായ പത്നിയാക്കി മാറ്റുന്നു. രാമായണത്തിൻ്റെ നാടൻ പുനരാഖ്യാനങ്ങളിൽ കുരങ്ങന്മാരുടെ സൈന്യം സജ്ജീകരിക്കുന്നതിന് രാമനെ സഹായിക്കുന്ന ജാമ്പവാൻ എന്ന കരടി രാമനുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചു. താൻ കൃഷ്ണനായി പുനർജനിക്കുമ്പോൾ അത് തീർച്ചയായും സാധിപ്പിച്ചു തരാമെന്ന് രാമൻ ജാമ്പവാന് വാക്കുകൊടുത്തു. ഹനുമാനെ പോലെ ജാമ്പവാൻ വിഷ്ണു, രാമൻ, കൃഷ്ണൻ എന്നിവരോടെല്ലാം യാദൃശ്ചികമായി കൂട്ടിമുട്ടുന്നുണ്ട്. ജാമ്പവാന്റെ പരാജയത്തിനു ശേഷം സ്വന്തമാക്കിയ ജാമ്പവതി നേട്ടത്തിൻ്റെ വിജയത്തിലും തത്വം പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ജാമ്പവതി വിജയ പത്നിയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം സത്യഭാമ സത്രാജിത്തിൻ്റെ പുത്രി എന്ന ഭാഗം തൊട്ട് കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.